പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രകൃതി ചികിത്സ, അതുപോലെ തന്നെ പ്രകൃതി ജീവനം, ഇതെന്താണ് എന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രകൃതി ജീവനം എന്ന് പറഞ്ഞാൽ ആരോഗ്യ നിയമങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് പ്രകൃതി ജീവനം എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും, മനുഷ്യൻ്റെ എല്ലാ ജീവിത മേഖലകളിലും ആരോഗ്യ നിയമങ്ങൾ, പ്രകൃതി നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാത്വിക ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അല്ലാതെയുള്ള രാജസിക ആഹാര വസ്തുക്കളോ താമസിക ആഹാര വസ്തുക്കളോ അല്ല, സാത്വിക ആഹാരം തന്നെയാണ് നല്ലത്. അപ്പം അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള 5 ഘടകങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടാവണം. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വിറ്റമിൻസ്, മിനറൽസ്. ഇപ്പോൾ പ്രകൃതി ജീവനത്തിൻ്റെ പേരിൽ നമ്മൾ ഡയറ്റിങ് ചെയ്യുന്നു എന്ന ധാരണ അല്ലെങ്കിൽ ഒരു സ്വയംബോധം, അത് ചിലപ്പോൾ അഹംഭാവത്തിലേക്ക് വരെ വളർന്നിട്ട് ഈ 5 സാധനങ്ങളും ആവശ്യത്തിന് കഴിക്കാത്ത ചിലരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് തെറ്റായ പ്രാക്ടീസാണ്. അതൊരിക്കലും പ്രകൃതി ജീവനമല്ല, തെറ്റായ പ്രകൃതി ജീവനമാണ് എന്ന് പറയേണ്ടി വരും. ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കാതിരിക്കുക, ആവശ്യത്തിന് ഫാറ്റ് കഴിക്കാതിരിക്കുക, വിറ്റമിൻസും മിനറൽസും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാതിരിക്കുക. അങ്ങനെയുള്ള ഡയറ്റിങ് ഒരിക്കലും പ്രകൃതി ജീവനം അനുശാസിക്കുന്ന അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്ന രീതിയല്ല. അത് ശാസ്ത്രീയമല്ല, ആരോഗ്യകരവുമല്ല. നേരെ മറിച്ച് ഈ വസ്തുക്കളെല്ലാം ആരോഗ്യകരമായ രീതിയിൽ കഴിക്കുന്നതാണ് ആഹാരകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിൽ ഇംഗ്ലീഷിലാണെങ്കിൽ എളുപ്പമുണ്ട് പറയാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പോൾ വാട്ട് ടു ഈറ്റ്, എന്താണ് കഴിക്കേണ്ടത്; വെൻ ടു ഈറ്റ്, എപ്പോഴാണ് കഴിക്കേണ്ടത്; വെയർ ടു ഈറ്റ്, എവിടെ ഇരുന്നാണ് കഴിക്കേണ്ടത്; പിന്നെ ഹൗ ടു ഈറ്റ്, എങ്ങനെ കഴിക്കണം; ഹൗ മെനി ടൈംസ് ടു ഈറ്റ്, എത്ര തവണ ആഹാരം കഴിക്കണം. ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ ആഹാരവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് മുഴുവൻ വിശദീകരിക്കാൻ എനിക്ക് തോന്നുന്നു വീഡിയോയിലൊക്കെ സമയത്തിൻ്റെ പരിമിതി മൂലം ബുദ്ധിമുട്ടായിരിക്കും. വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. ഇപ്പോൾ വാട്ട് ടു ഈറ്റ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 വസ്തുക്കളും അടങ്ങിയിട്ടുള്ള സാത്വിക ആഹാരമാണ് കഴിക്കേണ്ടത്. അതിൽ ഈ അനാവശ്യമായി മസാലപ്പൊടികൾ ചേർക്കുന്നത് ഒഴിവാക്കണം. അമിതമായി മസാലകൾ ചേർക്കുന്നത് ഒഴിവാക്കണം. നേരെ മറിച്ച് അത് അരച്ചുപയോഗിച്ചാൽ കുക്കിങ്ങിൻ്റെ സമയം വരെ ആൽക്കലൈനായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഈ മസാല സാധനങ്ങൾ അരച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള സാധനങ്ങൾ പോലും അരച്ചുപയോഗിക്കുന്നത്. നേരെ മറിച്ച് അത് പൊടിയായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഒരു ചൂടാക്കൽ പ്രക്രിയയിലൂടെ, പൊടിക്കുമ്പോഴുണ്ടാകുന്ന ചൂടാക്കൽ പ്രക്രിയയിലൂടെ കടന്നുപോയി പിന്നീടാണെങ്കിലും വളരെ വേഗം അസിഡിക് ഫോമിലേക്ക് മാറുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതെല്ലാം കൂടി ചൂടാക്കി കഴിക്കുമ്പോഴത്തേക്കും അസിഡിക്കായി മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിയുന്നതും പൊടികൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ട് അരപ്പ് ഉപയോഗിക്കുന്ന ആ ഒരു ശീലത്തിലേക്ക്, ആരോഗ്യശീലത്തിലേക്ക് വരുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഉള്ളത് എണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എണ്ണ പച്ചെണ്ണയായിട്ട്, അതായത് വെളിച്ചെണ്ണ പച്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അനാരോഗ്യകരമല്ല. പക്ഷേ ആവശ്യത്തിന് മിതമായ അളവിലേ ഉപയോഗിക്കാവൂ. നേരെ മറിച്ച് അത് ചൂടാകും തോറും അതിൻ്റെ ഘടന വിഘടിക്കുകയും നമുക്ക് ദഹിപ്പിക്കാനും ആഗിരണം ചെയ്യാനും വിസർജിക്കുവാനും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ആ ഘടനാപരമായ വ്യത്യാസം രക്തത്തിൽ മാലിന്യങ്ങൾ വർദ്ധിക്കുന്നതിന്, അല്ലെങ്കിൽ ഓക്സിഡൻറ്റുകൾ, ഫ്രീ റാഡിക്കൽസ് അമിതമായി ഉണ്ടാകുന്നതിന്, ആവശ്യമില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നതിന് ഒക്കെ കാരണമാകുന്നതാണ്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നെങ്കിൽ അത് പച്ചയ്ക്ക് പരമാവധി ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മീൻകറിയിൽ പോലും അവസാനം വെളിച്ചെണ്ണ ഒഴിക്കുന്ന രീതി ഉണ്ട്. അവിയലിലും പുഴുക്കിലുമെല്ലാം വെളിച്ചെണ്ണ അവസാനം ചേർക്കുകയാണ്. തോരനിലും അങ്ങനെ മതിയെന്ന് വയ്ക്കുക. കടുക് പൊട്ടിക്കുന്നതിന് പകരം മൂടി വെച്ച് പച്ചക്കറികൾ വേവിച്ച് അവസാനം ഈ മസാല അതിനകത്ത് കറിവേപ്പില പോലെയുള്ള നാച്ചുറലായിട്ടുള്ള മസാലകൾ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അരപ്പ്, തേങ്ങ അരപ്പ് ചേർത്ത് അത് തയ്യാറാക്കുക. പിന്നെ വേണമെങ്കിൽ പുറമേ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുകയും ചെയ്യുക. ഈ രീതി ആയിരിക്കും ഏറ്റവും ആരോഗ്യകരമായ രീതി എന്ന് പറയുന്നത്. മറ്റത് കഴിച്ചിട്ട് മനുഷ്യൻ ജീവിച്ചിരിപ്പില്ലേ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട്, പക്ഷേ ചെറിയ
തോതിലുള്ള രോഗകാരണമായിട്ടുള്ള ഒരു പാതയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെയുള്ളത് ആരോഗ്യത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാത്ത സാധനങ്ങൾ, ആ കൂട്ടത്തിൽ വരുന്നതാണ് സ്പൈസസും. പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാത്ത സാധനങ്ങൾ കഴിക്കുന്നത്, അത് ഇപ്പോൾ കാപ്പി, ചായ, മദ്യം, പുകയില ഇങ്ങനെയുള്ളതൊന്നും ആരോഗ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് എത്രമാത്രം നിയന്ത്രിക്കാനും ഒഴിവാക്കാനും പറ്റുമോ അത്രയും ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെയുള്ള ഇന്നത്തെ ഈ ജങ്ക് ഫുഡുകൾ എന്ന് പറയുന്നതിൽ ചേർക്കുന്ന ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വസ്തുക്കൾ, ഇപ്പോൾ പലതരം ക്രീമുകൾ, പേസ്റ്റുകൾ ഒക്കെ ഫുഡിൽ ചേർക്കുന്നുണ്ട്. അതൊന്നും തന്നെ ആരോഗ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരം തന്നെ ആയിരിക്കുള്ളൂ. ഇപ്പം പിസ്സ, അതുപോലെ തന്നെ ബർഗർ, ഇതിലെല്ലാം അത് ചേർക്കുന്നുണ്ട്. പിന്നെ വറുത്ത ഭക്ഷണങ്ങൾ ഒരുപാട്, എനിക്കൊന്ന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും രാജ്യങ്ങളെ അപേക്ഷിച്ചും കേരളം ഈ ബേക്കറികളുടെ എണ്ണങ്ങളിൽ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിൻ്റെ എണ്ണവും കൂടുതൽ തന്നെയാണ്. അതിപ്പം ആരോഗ്യ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ ചിലപ്പം വാദിച്ചേക്കാം. പക്ഷേ രോഗാതുരതയുടെ വർധനമാണ് അതിൻ്റെ മൂല കാരണം എന്ന് ഉറപ്പാണ് മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണം കൂടുന്നത്. രോഗം വർദ്ധിക്കുന്നതനുസരിച്ച് മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണവും കൂടുമെന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ബേക്കറി ഭക്ഷണങ്ങളും ജങ്ക് ഫുഡുകളും എല്ലാം. അപ്പോൾ അതും ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യ ആഹാരം, ഇപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും നല്ല ഭക്ഷണമെന്ന് പറയുന്നത്? ഒരു പക്ഷേ ഞങ്ങൾ നേച്ചർ കുക്ക്ഡ് ഫുഡ് എന്ന് പറയുന്ന ഫലവർഗ്ഗങ്ങളാണ്, പഴവർഗ്ഗങ്ങളാണ്. പഴവർഗ്ഗങ്ങൾ നമ്മൾ ആവശ്യത്തിന് കഴിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറികളും മുളപ്പിച്ച, ഇപ്പോൾ ചെറുപയർ പോലെയുള്ള ഭക്ഷണ വസ്തുക്കൾ, തേങ്ങായ, നാച്ചുറലായിട്ടുള്ള എല്ലാ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് വേണമെങ്കിൽ കുതിർത്തിട്ട് അല്ലെങ്കിൽ കിളിപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി ദഹിക്കാനും ഈ പ്രോസസ്സ് ചെയ്യാനും അല്ലെങ്കിൽ മെറ്റബോളൈസ് ചെയ്യാനും എളുപ്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് മാത്രം. നോൺ വെജിനെ കുറിച്ച് പറയുമ്പോൾ പ്രകൃതി ചികിത്സയിൽ പലരും നോൺ വെജ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നവരാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നോൺ വെജ് ഉപയോഗിക്കുമ്പോഴും യുക്തിസഹമായ സമീപനം അല്ലെങ്കിൽ ആരോഗ്യ നിയമം പാലിച്ചുകൊണ്ട് നോൺ വെജ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അപകടം ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ പറഞ്ഞ അധികം മസാല ചേർക്കാതെയും എണ്ണ ചേർക്കാതെ അല്ലെങ്കിൽ എണ്ണയിൽ വറക്കാതെയും എണ്ണയൊഴിച്ച് ചൂടാക്കാതെയും ഒക്കെ നോൺ വെജ് തയ്യാറാക്കി കഴിക്കുന്നത് അത്ര അപകടകരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. മിതമായ അളവിലായിരിക്കണം. പലപ്പോഴും അളവിൻ്റെ കാര്യത്തിലാണ് മലയാളിക്ക് നിയന്ത്രണമില്ലാതെ പോകുന്നത്. ഇപ്പം ബീഫൊക്കെ കഴിക്കുന്നവർ ഒരുപാട് കൂടുതൽ അത് ഒരേ സമയം കഴിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന രീതി ഒരിക്കലും ആരോഗ്യകരമായ രീതിയിലല്ലല്ലോ അത് തയ്യാറാക്കി കഴിക്കുന്നത്. ഫ്രൈ ചെയ്ത് എടുക്കുന്ന ഏത് വസ്തുവായാലും, വെജിറ്റബിൾ ആയാലും നോൺ വെജ് ആയാലും അത് ദോഷം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആഹാര സാധനങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പഴവർഗ്ഗങ്ങളും ഇലക്കറികളും പച്ചക്കറികളും മുളപ്പിച്ച ആഹാര വസ്തുക്കളും പിന്നെ ആവശ്യത്തിന് മിതമായ അളവിൽ ചോറും ഗോതമ്പാഹാരവും കഴിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ചോറിനേക്കാൾ ഗോതമ്പിനേക്കാൾ കൂടുതൽ നല്ലതും സേഫുമാണ് മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ. അതിന് കൂടുതൽ ഫൈബർ ഉണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റാണ്. ഞാൻ നേരത്തെയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫൈബർ ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ് ഇതിലേതും അധികമാണെങ്കിൽ ആമാശയത്തിൽ വെച്ച് തന്നെ അതിൻ്റെ ആഗിരണം തടയുന്നു. പക്ഷേ ആവശ്യത്തിനാണെങ്കിൽ തടയില്ല. അധികമായി ചെല്ലുന്നതിനെ അതിൻ്റെ ആഗിരണം തടയുവാൻ ഈ ഫൈബർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫൈബർ കൂടുതലുള്ള ചെറുധാന്യങ്ങൾ നല്ലതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ പെർസെൻറ്റേജ് മറ്റ് ധാന്യങ്ങളെക്കാൾ, ഗോതമ്പിനേക്കാൾ അരിയേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ചെറുധാന്യങ്ങളിൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് വലിയ ധാന്യങ്ങളെക്കാൾ ചെറുധാന്യങ്ങൾ താരതമ്യേന മെച്ചപ്പെട്ടവയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം അത് മിതമായ അളവിൽ കഴിക്കുക. 3 നേരവും ചെറുധാന്യങ്ങൾ കഴിക്കുക അല്ല വേണ്ടത്. അപ്പോൾ ഒരു നേരമെങ്കിലും, പ്രത്യേകിച്ചും സീനിയർ സിറ്റിസൺസ്, ഒരു നേരമെങ്കിലും ഫലാഹാരം മാത്രമായി ചുരുക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരു നേരം വെജിറ്റബിൾസും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത്
ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി കഴിക്കുക. ഒരു നേരം മാത്രം ധാന്യാഹാരം, അത് തന്നെ ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള ആഹാരം എന്ന രീതിയിൽ നിയന്ത്രിക്കാമെങ്കിൽ അത് ഏറ്റവും ആരോഗ്യകരമായിരിക്കും. പ്രത്യേകിച്ചും 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വളർച്ചയുടെ പ്രായം കഴിഞ്ഞു. മാക്സിമം 25 വയസ്സ് വരെ വളർച്ചയുടെ പ്രായവും അതിനാനുപാതികമായി കഴിക്കേണ്ട കാര്യവുമുള്ളൂ. അത് കഴിഞ്ഞാൽ ഉള്ള ആരോഗ്യം അല്ലെങ്കിൽ ശരീരം നിലനിർത്തുവാൻ ആവശ്യമായത് മാത്രം കഴിച്ചാൽ മതി. അല്ലെങ്കിൽ സംഭവിക്കുന്നത് സൈഡുകളിലേക്ക് വളരും എന്ന് പറഞ്ഞാൽ വണ്ണം കൂടും. അപ്പം അത് ആവശ്യമില്ലല്ലോ. ഒരു മിതമായ ശരീര അവസ്ഥ നിലനിർത്തിക്കൊണ്ട് ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ സാത്വികാഹാരം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടി വരും, ആയിരിക്കും നല്ലത്. പിന്നെ അളവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റുന്ന അളവ് എന്നതേ കൃത്യമായി പറയാൻ പറ്റുകയുള്ളൂ. അത് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് രുചികരമായ ഭക്ഷണമാണെങ്കിൽ ദഹിപ്പിക്കാൻ കഴിയുന്നതിലും അധികം കഴിക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അന്നേരം തന്നെ അനുഭവിച്ച് തുടങ്ങുകയും ചെയ്യും. ക്ഷീണം, അല്ലെങ്കിൽ അലസത, പിന്നെ എവിടെയെങ്കിലും പോയി ഒന്ന് ചാരി കിടക്കണം ഊണ് കഴിഞ്ഞാൽ. അത് അമിതമായി വിഭവങ്ങൾ കമ്പൈൻ ചെയ്ത് കഴിച്ചാൽ ഈ പറഞ്ഞ ക്ഷീണമുണ്ട്. കാരണം ശരീരത്തിന് തന്നെ അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തത്ര അളവിൽ വിഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതും ആവശ്യമുള്ളൊരു കാര്യമല്ല. അതൊക്കെ ധാരാളിത്തം എന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റിനെ കുറിച്ച് പറയാതിരിക്കുന്നത് മോശമാണ്. നമ്മൾ എപ്പോഴും സദ്യയ്ക്കും മറ്റും ചെല്ലുമ്പോൾ ഈ ബൊഫേ സിസ്റ്റത്തിലും മറ്റും എല്ലാം കൂടെ വിളമ്പിയെടുക്കും. അതിന് പകരം ഒരു സെക്ഷൻ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണം നമ്മളെടുത്ത് കഴിച്ച് അതിനുശേഷം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ സെക്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് പോയി അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ വേസ്റ്റേജ് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. അപ്പം അമിതമായി വെള്ളം ചിലവാക്കുന്നത് പോലെയും വൈദ്യുതി ചിലവാക്കുന്നത് പോലെയും തന്നെ അപകടകാരിയോ അല്ലെങ്കിൽ ദോഷകാരിയോ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യവും കൂടിയാണ് അമിത ഭക്ഷണത്തിലൂടെ വേസ്റ്റ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അമിത ഭക്ഷണം കഴിക്കുന്നതും വേസ്റ്റ് കൂടുതലായിട്ട് പുറത്ത് കളയേണ്ടി വരുന്നതും തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രകൃതിയുടെ സന്തുലിത നിലനിർത്തുന്നതിന് പോലും തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ വിശപ്പുള്ളപ്പോൾ മാത്രം ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും സാധ്യമല്ല. നമ്മൾ സമയം നോക്കി ആഹാരം കഴിക്കുന്നവരാണ്. ആ സമയത്ത് വിശപ്പുണ്ടോ ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ വിശപ്പുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഗ്യാപ്പ് ഈ 2 നേരത്തെ ഭക്ഷണം തമ്മിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ മതി. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും വിശപ്പില്ലാതെ ആയിരിക്കും കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ്, അതൊരു 5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മിക്കവാറും വിശപ്പുണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയും ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ആഹാരം കഴിച്ചു. പിന്നെ 5 മണിക്കൂർ കഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വരികയില്ല, അതിനു മുമ്പ് നമുക്ക് ഉറങ്ങേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം ഒരു 3 നേരം പരമാവധി ആഹാരം കഴിക്കുക. അല്ലെങ്കിൽ 2 നേരമായാലും കുഴപ്പമൊന്നുമില്ല. ഏകഭുക്തം മഹായോഗി, ദ്വിഭുക്തം മഹാഭോഗി, ത്രിഭുക്തം മഹാരോഗി. പിന്നെ അതിലില്ലാത്തൊരു സെൻറ്റൻസാണ് ചതുർഭുക്തം മഹാദ്രോഹി എന്നുകൂടി വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചൊരു സ്വയം വിമർശനത്തോടു കൂടി സമീപിക്കുകയും ആവശ്യമായ അളവിൽ നല്ല രീതിയിൽ തയ്യാറാക്കി കൃത്യമായ സമയത്ത് കഴിക്കുക എന്നുള്ളത്, അതായത് വിശപ്പോടുകൂടി കഴിക്കുക എന്നുള്ളത് നല്ല കാര്യമായിരിക്കും. ഇനി വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കൂടുതൽ വെള്ളം കുടിക്കണമെന്നുള്ള ഒരിക്കലും ഞാൻ അഡ്വൈസ് ചെയ്യുന്ന കാര്യമല്ല. വെള്ളം കുടിക്കുന്നത് കുറയാനും പാടില്ല. ആവശ്യം തോന്നിയാൽ ഉറപ്പായിട്ടും കുടിക്കണം. അല്ലാതെ വെറുതെ വെള്ളം കുടിച്ച് കിണർ വറ്റിക്കേണ്ട കാര്യമില്ല, കുടം കാലിയാക്കേണ്ട കാര്യമില്ല. അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടും. അതുകൊണ്ട് മിതമായ അളവിൽ വെള്ളം കുടിച്ചുകൊണ്ട് നമ്മുടെ ആ ആവശ്യം നിറവേറ്റണം. അതിൻ്റെ പോരായ്ക ഉണ്ടാകാൻ പാടില്ല. പിന്നെ പ്രകൃതി ജീവനത്തിൽ പിന്നെ വരുന്നത് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടണം. കാരണം വിറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം, അത് നിയന്ത്രിക്കുന്ന കാൽഷ്യം മെറ്റബോളിസത്തിൻ്റെ ഭംഗിയായ നിർവഹണം, അതിലൂടെ രക്തത്തിൻ്റെയും എല്ലിൻ്റെയും പല്ലിൻ്റെയും മാംസപേശികളുടെയും എല്ലാം ആരോഗ്യം ഉറപ്പാക്കുന്ന ഒരു സംവിധാനം, ഇതൊക്കെ വേണമെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അതും വേണ്ടത്ര പ്രയോജനപ്പെടുത്തണം. അതായത് ആഹാരത്തിലൂടെ മാത്രമല്ല ആരോഗ്യം ഉണ്ടാകുന്നത്, വെള്ളവുമായിട്ടും സൂര്യപ്രകാശം, ശുദ്ധവായു, വ്യായാമം, വിശ്രമം, മനഃശാന്തി, ഇതെല്ലാം ആരോഗ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതി ജീവനവുമായി ബന്ധപ്പെട്ട മേഖലകൾ തന്നെയാണ്. ഇതെല്ലാം നമുക്ക് കൃത്യമായി അന്വേഷിക്കാൻ കഴിയുമ്പോഴാണ് ആരോഗ്യം നിലനിർത്താനും രോഗപ്രതിരോധം ഉറപ്പാക്കാനും കഴിയുന്നത്. പിന്നെയുള്ള വായുവിൻ്റെ കാര്യം പറഞ്ഞാൽ ശുദ്ധവായു കിട്ടുന്നിടത്തോളം ശ്വസിക്കുക. അതൊരു കരുതൽ എന്നുള്ള രീതിയിൽ ശ്വസനക്രിയകൾ, അതിനെ പ്രാണായാമം എന്ന് വിളിക്കുമ്പോൾ ആർക്കെങ്കിലും ഹാലിളകുമെങ്കിൽ എനിക്ക് അക്കാര്യത്തിലൊന്നും പറയാനില്ല.
കാരണം അത് തികച്ചും ശാസ്ത്രീയവും മനുഷ്യത്വപരവുമായ ഒരു പ്രാക്ടീസ് മാത്രമാണ് ശ്വസനക്രിയ അല്ലെങ്കിൽ വ്യായാമം മാത്രമാണത്. അതിനങ്ങനെ ഒരു പേര് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യസ്ത രീതികളിലുള്ള പ്രാണായാമ രീതികൾ അല്ലെങ്കിൽ ശ്വസന രീതികൾ, ശ്വസന വ്യായാമ രീതികൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് ഗുണമല്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നു. വളരെ ശാസ്ത്രീയമായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്ന നമ്മുടെ റെസിഡ്യുവൽ കപ്പാസിറ്റി, ലങ്സിൻ്റെ റെസിഡ്യുവൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്നതും എലിമിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈക്ക് സഹായിക്കുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓക്സിജൻ്റെ പ്രോസസ്സിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ലങ്സിൻ്റെ പേശികളെ ശക്തമുള്ളതാക്കി, അറകളെ ശക്തമുള്ളതാക്കി മാറ്റുന്നതിന് ഒക്കെ സഹായിക്കുന്നതാണ് ശ്വസന വ്യായാമ രീതികൾ. അത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വ്യായാമം, മിതമായ വ്യായാമമില്ലാതെ ഒരിക്കലും നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾ നടക്കില്ല, ശരിയായ രീതിയിൽ നടക്കില്ല. അത് ചെറുപ്പം തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ദഹനത്തിന്, ആകിരണത്തിന്, പ്രോസസ്സിങ് അല്ലെങ്കിൽ മെറ്റബിളൈസ് ചെയ്യുന്നതിന്, വിസർജനത്തിന്, വികസനത്തിന്, അതായത് മാംസപേശികളുടെയൊക്കെ വളർച്ചയ്ക്ക്, ഇതിനെല്ലാം വ്യായാമം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ വിശ്രമം, മാനസികമായിട്ടുള്ള ശാന്തത അല്ലെങ്കിൽ റിലാക്സേഷൻ നിലനിർത്തത്തക്ക രീതിയിൽ മനസ്സിനെ ശാന്തമായി എങ്ങനെ നിലനിർത്താൻ കഴിയുമെന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതിന് സഹായിക്കുമെങ്കിൽ മെഡിറ്റേഷൻ ഒരു മാർഗ്ഗമായി സ്വീകരിക്കുന്നത് തെറ്റില്ല. പിന്നെ നല്ല പാഠങ്ങൾ പഠിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എല്ലായ്പ്പോഴും കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കത്തക്ക രീതിയിൽ എങ്ങനെ നമുക്ക് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയും എന്നും പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യണം. ഇപ്പോൾ നമ്മൾ മതവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബൈബിള്, ഖുറാന്, ഭഗവത്ഗീത, അങ്ങനെ പല ഗ്രന്ഥങ്ങളുണ്ട്. അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി കളയുകയല്ല വേണ്ടത്. ഇതൊന്നും വായിക്കാത്തവർക്കും സന്മാർഗ ജീവിതം സാധ്യമാണ്. പക്ഷേ നമ്മൾ എവിടെ നിന്ന് എന്ത് പഠിക്കുന്നോ അത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനോഭാവം നമുക്ക് വേണം. ഇപ്പം ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നേടാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള റിലാക്സേഷൻ, അത് ആരോഗ്യവും പ്രകൃതി ജീവനവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അധികം ദേഷ്യം ഉണ്ടാവേണ്ട കാര്യമില്ല. ദേഷ്യം വന്നാൽ തന്നെ നമുക്ക് ദീർഘശ്വസനം, പാമിങ് എന്ന് പറയുന്ന കണ്ണടച്ച് കൈകൊണ്ട് പൊത്തിപ്പിടിക്കുന്ന രീതി, പ്രാണായാമ രീതികൾ, യോഗാസന രീതികൾ, ഇതെല്ലാം നമുക്കുണ്ട്. ദേഷ്യത്തെ അടക്കാനും ദേഷ്യം വന്നാൽ അത് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ലഘുവായിട്ടുള്ള പ്രാക്ടീസസും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. വെറ്റ് പാക്ക് പോലും അതിന് സഹായിക്കുന്നതാണ്. ഈ തുണി നനച്ച് നെറ്റിക്കും ഒക്കെ ഇടുന്നതും അതിന് വളരെ സഹായം ചെയ്യുന്നതാണ്. അങ്ങനെ എന്തായാലും മനസ്സിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ള പ്രകൃതി ജീവനത്തിൽ പ്രധാനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രകൃതി ജീവനം എന്ന് പറയുന്നതുകൊണ്ട് ഏകദേശം ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് എന്താണെന്നും കൃത്യമായ ഒരറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം.